അതിൽ അവർക്ക് അനുകൂലമാവുമല്ലേ ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് എനിക്കെന്താ ബെനിഫിറ്റ്? ഒരു മോർഫ്ഡ് വീഡിയോ ഒരു എതിർ സ്ഥാനാർത്ഥി ഇറക്കിയിട്ട് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിക്ക് എന്നാ ഈ നാട്ടിലൊരു ഗുണം ഉണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഒരു ഗുണമില്ലാത്തൊരു സാധനം, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലാത്തൊരു സാധനം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് യഥാർത്ഥത്തിൽ ഇപ്പുറത്തെ ജനപിന്തുണ കണ്ടിട്ടാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ ഓർഗാനിക്കായി ഒറിജിനലായി ഞങ്ങൾക്ക് തരുന്ന സ്നേഹമാണ്. ഒറ്റ കാര്യം, ഇതൊക്കെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമായിരിക്കും അതിനെപ്പറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് അറസ്റ്റിലായവർ ഉൾപ്പെടെ മുഴുവൻ പാർട്ടി ബന്ധമുള്ളവരല്ലേ. ഒരു സാധാരണ CPM പ്രവർത്തകർ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പാർട്ടിയുടെ ചില ക്രിമിനൽ താല്പര്യമുള്ളവർ അതിനകത്ത് ഇൻവോൾവ് ആണ്. അത് അവസാനിക്കുന്നില്ല. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, അതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തവർ, അത് നിർമ്മിച്ച സ്ഥലം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തുന്നത് ഈ പാർട്ടിയുമായിട്ടാണ്. അത് വടകരയിൽ മാത്രമല്ല, ബോംബിനേക്കാൾ, വാളിനേക്കാൾ, വെട്ടിനേക്കാൾ കരുത്തും മൂർച്ചയും വോട്ടിനുണ്ട് എന്ന് കേരളീയ പൊതുസമൂഹം മൊത്തത്തിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. സോഷ്യൽ മീഡിയ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ ആയുധമാക്കിയ കേരളത്തിലെ ഒരേ ഒരു മണ്ഡലം ഒരുപക്ഷെ വടകരയായിരിക്കും. ഒരു വാക്പോരും അതോടൊപ്പം തന്നെ സൈബർ പോരും ഒക്കെ നടന്ന ഒരു മണ്ഡലം. ഈ സൈബർ ഇടത്തിലെ പ്രചാരണം എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടാകും ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ? എനിക്ക് വടകരയിലെ ജനങ്ങളുടെ പിന്തുണ ശരിക്കും സോഷ്യൽ മീഡിയയിലാണ് ഗുണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 3 ലക്ഷമായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അത് 4.25 ലക്ഷം. എൻ്റെ ടോപ്പ് ഫോളോവേഴ്സിൻ്റെ എണ്ണം പെട്ടെന്ന് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്ന് വടകരക്കാർ വരിക, അത് ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ